ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ഒരു പടച്ചോനില്ല. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. പടച്ച റബ്ബിന് മയക്കമില്ല, ഉറക്കമില്ല. എന്നിട്ട് പറയാം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങൾ, ഭൂമികൾ, അതിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ സ്വന്തമാണ്. ലഹു അല്ലാഹുവിന്റെ സ്വന്തമാണ്. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങൾ, ഭൂമികൾ, അതിലുള്ളതെല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെയും അല്ലാഹുവിന്റെ സ്വന്തമാണ്. അല്ലാഹുവിനാണ്. ഖൽഖും മുൽക്കും മിൽക്കും, ഇത് മൂന്നും അല്ലാഹുവിനാണ്. ഖൽഖും അല്ലാഹുവിനാണ്, മുൽക്കും അല്ലാഹുവിനാണ്, മിൽക്കും അല്ലാഹുവിനാണ്. ഇതാണ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. എല്ലാത്തിലും ആകാശങ്ങൾ, ഭൂമി, അതിലുള്ള എല്ലാം എന്തൊക്കെയുണ്ട്, നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കാഴ്ചക്ക് കണ്ടതും നമ്മുടെ ചെവി കൊണ്ട് കേട്ടതും അതല്ലാത്തതുമായ പലതും. ഇത്രത്തോളം പറഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര മണൽ തരികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഗാലക്സികൾ ഉണ്ടെന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ട ഒരു പിടി മണൽ, അതിലുള്ള ആ മണലിന് എത്തിത്തീർന്ന് നമുക്ക് പ്രയാസം ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിലുള്ളതല്ല, ഈ ലോകത്തിൽ എത്ര മണൽ തരികളുണ്ടോ അതിന് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗാലക്സികൾ ഉണ്ടെന്നാണ്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിനേക്കാൾ ചിലപ്പോൾ വലുതായിരിക്കുന്നു. ആ ജീവിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, ഇതിനേക്കാളും വലുതായിരിക്കുന്ന ഓരോ ഗാലക്സികൾ. അങ്ങനെയുള്ള എത്ര, അപ്പൊ എന്താ അല്ലാഹ്, അല്ലാഹുവിന്റെ മുൽക്ക് എന്താ, അല്ലാഹുവിന്റെ ഖൽഖ് എന്താ, സുബ്ഹാനല്ലാഹ്. ആ അല്ലാഹുവിനാണ് നാം കുമ്പിടുന്നത്. അതാണ് നമ്മുടെ റബ്ബ്. ഈ ലോകത്ത് ഒരാൾക്കും മുൽക്കും മിൽക്കും ഒന്നിച്ച് ഒരാൾക്കും ഇല്ല എന്നതാണ്. മുൽക്ക് പലർക്കും ഉണ്ടാവും. മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം. നമ്മുടെ രാജ്യത്തിന്റെ PM അല്ലെ, പ്രധാനമന്ത്രി അധികാരമുണ്ട്, പക്ഷെ എന്തിന് അവകാശമില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും അഴിമതി വരുത്തിയാൽ ആളുകൾക്ക് കൂടിയിട്ട് ചിലപ്പോ തായറങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ്? അവകാശം ഇല്ലാത്തതുകൊണ്ടാണ്, മിൽക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്നാ മുൽക്കുണ്ട് പക്ഷെ മിൽക്കില്ല. അധികാരമുണ്ട് പക്ഷെ അതില്ല, അവകാശമില്ല. അവകാശവും അധികാരവും രണ്ടും ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്. അതായിരിക്കാം ഖൽഖുള്ള ഖാലിഖായ അല്ലാഹുവിനെ മാത്രം. നമുക്ക് എന്തും ചെയ്യാം, അല്ലാഹുവിന് നമുക്ക് എന്തും ചെയ്യാം, നമ്മെ എന്തും ചെയ്യാം, ഈ ലോകത്ത് എന്തും ചെയ്യാം. ചോദ്യം ചെയ്യാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ പറ്റൂല. അല്ലെ, വയനാട്ടിൽ എന്തൊക്കെ അല്ലാഹ് മനാക്കി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഖൽഖായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും ഹൽക്കുണ്ടാവും, നാശമുണ്ടാവും, ഉറപ്പാണ്. ഇന്ന് വയനാട്ടിലുണ്ടായി, ഈ ലോകം ബാക്കിയാവും. ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് മാത്രം ഇവിടെ അത് നിന്നുപോയതാണോ? അല്ല. ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ ഖൽഖായിട്ട് എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും ഹൽക്കുണ്ട്. ഹൽക്ക് നാശമുണ്ട്. നാശമില്ലാതെ ബാക്കിയാവുന്നുണ്ടോ? എന്നവരായി മാത്രം. ആരി മറ്റൊന്നാരി ഇനി നാളെ മറ്റൊന്നും അല്ലെങ്കിലും ഈ ലോകത്തിന്റെ അവസാനം ഉണ്ടാകുമ്പോൾ മുഴുവൻ ആളുകളും നശിച്ചു പോകും. അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരില്ല. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ പടച്ച റബ്ബിന്റെ ഭാഗത്തിൽ നിന്നൊരു വിളിയാണ് ഞാൻ കേട്ടാൽ. എന്താ വിളിയാണ്? എല്ലാ എന്റെ സൃഷ്ടികളും സ്വർഗത്തിലേക്കാണ്, ഒരു സൃഷ്ടി ഒരാൾ മാത്രം നരകത്തിലേക്ക് പോകും. എല്ലാവരും സ്വർഗത്തിൽ, ഒരാൾ മാത്രം നരകത്തിൽ എന്ന അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നൊരു വിളിയാണ് കേട്ടാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ പേടിച്ചു പോകുന്ന ഒരാൾ ഞാനായി പോകുമോ? ആ നരകത്തിൽ പോകുന്ന ഒരു മെമ്പർ ഞാനായി പോകുമോ എന്നൊരു പേടി എന്റെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരുന്നതാണ്. ആര് പറഞ്ഞ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ കാരണം പറഞ്ഞ ഉമർ തങ്ങൾ? കാരണം എന്നെ എന്തും ചെയ്യാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. എന്നിന് അവകാശമുള്ളവനാണ് അല്ലാഹു. കാരണം എന്റെ നമ്മുടെ ശരീരത്തിലുള്ള പാർട്സുകൾ പോലും നമുക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ടല്ലേ ഒരാളുകൾ കസാരയിൽ നിസ്കരിക്കുന്നത്? ഇത് ഒരാളുകൾ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ശരീരം, ആ ശരീരത്തിലുള്ള അവകാശം നമുക്കില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് രോഗം വരുന്നത്. നമ്മുടെ അവകാശമാണെങ്കിൽ രോഗം വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയൂല. മുട്ടുവേദന വേണ്ട, നടുവേദന വേണ്ട, മാലിക്ക് പറയാൻ പറ്റൂല. നമ്മുടെ ഒരു കൈ അണങ്ങണമെങ്കിൽ, ഒരു വിരൽത്തുമ്പ് അണങ്ങണമെങ്കിൽ, അതിന് ചലനമുണ്ടാകണമെങ്കിൽ അല്ലാഹു അതിന്റെ പിന്നിൽ വേണം. അതാണ് എല്ലാം അല്ലാഹുവിനാണ്. മുൽക്കും മിൽക്കും ഖൽഖും ഇത് മൂന്നും അല്ലാഹുവിനുള്ളതാണ്. പടച്ചറപ്പ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചും ഒരാൾക്കും ഇവിടെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അടിമകള് എന്തും ചെയ്യും. അതുകൊണ്ടാണ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറാത്തിന്റെ രാത്രി സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താ? പടച്ചോനെ, ഞങ്ങളൊക്കെയും നിന്റെ അടിമകളാ, ഞങ്ങൾ ആരെയും ശിക്ഷിക്കാൻ നിനക്ക് അധികാരമുണ്ട്. പക്ഷേ ശിക്ഷിക്കാതെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സംരക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് ഞങ്ങൾ പറഞ്ഞതാ ഇവകളാണ്. അപ്പൊ നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിൽ നാം അറിയാത്ത ഒരുപാട് അജായിബുകൾ, ഒരുപാട് സൃഷ്ടികൾ, ഒരുപാട് പടപ്പുകൾ ഈ ലോകത്തിലുണ്ട്. അതിലൊക്കെയും അധികാരം അല്ലാഹുവിനാണ്. അതാണ് പറഞ്ഞത് ആകാശങ്ങൾ, ഭൂമികൾ, അതിലുള്ളതിലെല്ലാം അധികാരം അല്ലാഹുവിനുള്ളതാണ്. പടച്ചറബിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. ഇതാണ് ആയത്തുൽ കുർസി. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ട ആയത്തുൽ കുർസിയാണ്. നമുക്ക് ആ രൂപത്തിൽ പടച്ചറബിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ, പടച്ചറബിനെ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നിച്ച് ആയത്തുൽ കുർസി നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ആയത്തുൽ കുർസി എന്ന മഹത്തായ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടുകാരിൽ ഒരുപാട് ആളുകൾ, യുവാക്കളും സഹോദരിമാരും സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിൽ, വീടുകളിലൊക്കെ കിടക്കുന്ന പടച്ചോനെ, അവർക്ക് നീ പരിപൂർണ്ണ ശിഫാവ് നൽകണേ അല്ലാഹ്. നമ്മുടെ സർഫറാസ് എന്ന് പറയുന്ന യുവാവ് ഹോസ്പിറ്റലിലാണ് അല്ലാഹ്. അതുപോലെ പടച്ചോനെ മൊയ്ത് എന്ന് പറയുന്ന ഒരു സാധുവായ മനുഷ്യൻ, അതുപോലെ പിന്നെ ഒരു ഉമ്മ, അതുപോലെ നമ്മുടെ അദ്ലച്ച സുഖമില്ലാതെ വലിയ വേദാനിക അല്ലാഹു. അങ്ങനെ ഒരുപാട് നാം അറിഞ്ഞവരും അറിയാത്തവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ. ഞാൻ മരിച്ചുപോയ ആ ചെറുപ്പക്കാരനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറിയ യുവാവ് പടച്ചോനെ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ അപകടത്തിൽ നഷ്ടപ്പെട്ട് അല്ലാഹുവേ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. റബ്ബേ, അവർക്കൊക്കെയും ആയത്തുൽ കുർസി കാരണം ജീവിതത്തിലേക്ക് അവർ നീ തിരിച്ചു കൊണ്ടുവരണേ റബ്ബേ. അവരുടെ ശാരീരികമായ സർവ്വ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിച്ച സർവ്വ പ്രയാസങ്ങളിൽ നിന്ന് അവരെ നീ കരകയറ്റണേ അല്ലാഹ്. റബ്ബേ, അധികാരവും അവകാശവും ഖൽഖും എല്ലാം ഉള്ള പടച്ചവനെ നിനക്ക് കഴിയുമല്ലോ. ഈ വിശാലമായ ദുനിയാവിൽ നാം കാണാത്ത പല അജായിബുകൾ നീ പടച്ചു വെച്ചവനാണെങ്കിൽ, മനുഷ്യ ശരീരം നീ പടച്ചതാണ്. അതിന്റെ ഉള്ളിൽ സംഭവിച്ച ചെറിയ ചെറിയ തകരാറുകൾ അത് റബ്ബേ ശരീയാക്കളും ശരിപ്പെടുത്തലും നിനക്ക് പ്രയാസമല്ലല്ലോ അല്ലാ. ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാ. നമുക്ക് തന്ന ആരോഗ്യവും ആഫിയ അത് മരണം വരെ നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവർ, അല്ലാഹുവേ, നമ്മുടെ ഈ പള്ളിയെ പല രൂപത്തിലും ചേർത്ത് പിടിച്ച ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള മദ്രസ, ദീനീ സ്ഥാപനങ്ങൾ, ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റബീഉ കടന്നു വരുമ്പോൾ അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പണ്ട് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി പല രൂപത്തിൽ സഹായിച്ചവരാണ് പടച്ചവനെ. ആരൊക്കെയുണ്ടോ നിനക്കറിയാം. എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. എല്ലാവർക്കും വേണ്ട സന്തോഷങ്ങളും ഖൈറാത്തുകളും ബറകാത്തുകളും നീ നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാ. സലാമത്താക്കണേ അല്ലാ. പ്രവാസികളായ അധ്വാനിക്കുന്ന നമ്മുടെ വീട്ടുകാരും കുടുംബങ്ങളും സ്നേഹിതന്മാരുമായ ഒരുപാട് ആളുകൾ ആഫിയത്തുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർ ചെയ്യുന്ന ജോലി, ബിസിനസ്, അവരുടെ യാത്ര, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാത്തിനും അല്ലാ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിജയുടെ അവധി കഴിഞ്ഞ്, ഇസ്ലാമിയുടെ അവധി കഴിഞ്ഞ് ബേജാറായി ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ അവരുടെ മുന്നിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നാട്ടുകാരിൽ ഈ സദസ്സിലുള്ളവരിൽ പലരും പല രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, കടലിലും കരയിലും അധ്വാനിക്കുന്നു. എല്ലാവരും കുടുംബങ്ങളെ പോറ്റാനുള്ള ഒരുക്കത്തെയാണ് വിളിച്ചോന്. ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അധ്വാനത്തിന് നഷ്ടം വരുത്തല്ലേ അമ്മ. കച്ചവടത്തിൽ പുരോഗതി തടസ്സപ്പെടുത്തല്ലേ അമ്മ. എല്ലാം കൊണ്ട് വിളിച്ചോന് ഈ പ്രഭാത സമയത്തിലുള്ള ദുആഇന്റെ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. മരിച്ചുപോയ എല്ലാ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദി عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل،
نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله